KH മുഹമ്മദ് നായന്മാർ മൂലയുടെ തേർവാനം ഓർമ്മപ്പെയ്ത്ത് പുസ്തക ചർച്ച നടത്തി. കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റി, EMS ലൈബ്രറി നുള്ളിപ്പാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി കൗൺസിൽ ഹാളിൽ വായനാ സന്ധ്യയിൽ KH മുഹമ്മദ് നായന്മാർ മൂലയുടെ തേർവാനം ഓർമ്മപ്പെയ്ത്ത് എന്ന പുസ്തകത്തിൻ്റെ ചർച്ച നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകം എന്ന് പറയുന്നത് രീതിയിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ അവരുടെ മനുഷ്യത്വത്തെ മരവിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് വലിയ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ മുറിവുകൾ ഉണക്കാത്ത രീതിയിലുള്ള മുറിവുകളാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഇതിനെതിരെയായിട്ടാണ് നമ്മൾ തൂലിക ചലിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് നമ്മുടെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഈ ശബ്ദങ്ങളും തൂലികകളും നന്മയിലേക്കുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ എഴുത്തുകാരിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതിനെതിരായിട്ടുള്ള ശക്തമായുള്ള എഴുത്തുകൾ നമ്മുടെ സഹോദരന്മാരിൽ നിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തേർവാനം ഓർമ്മപ്പെയ്ത്ത് പുസ്തകത്തിന്റെ അവതരണം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ സാഹിത്യകാരനുമായ EP രാജഗോപാലൻ നിർവഹിച്ചു. പല കാര്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങളായി മാറ്റി പറയുക കാസർഗോഡ് സാഹിത്യ സായനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കാസർഗോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ള വാക്ക് ഭീകരമായ വാക്കാണ്. എല്ലാം ഉണ്ടായിരുന്നു പാസ്റ്റൻസ് ഭൂതകാലത്ത് ജീവിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറുന്നത്. ബാലകൃഷ്ണൻ ചെർക്കള അധ്യക്ഷത വഹിച്ചു. വായനാസന്ധ്യയിൽ TMA കരീം, ഗോവിന്ദൻ KV, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, റഹ്മാൻ മുട്ടത്തോടി, ഡോക്ടർ അബ്ദുൽ സത്താർ, അഡ്വക്കേറ്റ് BF അബ്ദുൽ റഹിമാൻ, ഉമ്മർ KA പാണലം, സലാം കുന്നിൽ, ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KH മുഹമ്മദ് പുസ്തകാനുഭവം വിവരിച്ചു. സുകുമാരൻ BK സ്വാഗതവും ഹരിദാസ് കോളിക്കുണ്ട് നന്ദിയും പറഞ്ഞു. നിരവധി പേർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.